വെൽക്കം ബാക്ക്. മോസ്റ്റ് അവൈറ്റഡ് വീഡിയോ ജംഗിൾ പൊളി എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ റിയാക്ഷനൊക്കെ ട്രെൻഡിങ് നമ്പർ 1 ആണ്. 2 ദിവസമായി 1 മില്യൺ വ്യൂസ് ഉണ്ട്. എന്തായാലും നേരെ റിയാക്ഷനിലേക്ക്. ഖുറേഷി അബ്രം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മുഖംബോയെ കുറിച്ചൊന്നുമല്ല, സ്റ്റീഫൻ. അറിയില്ല, പക്ഷെ എന്നും പ്രാർത്ഥനയിൽ ആദ്യം തെളിയുന്നത് അവന്റെ മുഖമാണ്. സ്റ്റീഫൻ തിരിച്ചു വരണം. എസേക്കിയേൽ 25:17 പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകും. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കുന്നു. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. മുന്നിലിവനായിട്ടൊരുക്കി വെച്ച സിംഹാസനം ഒന്നു വന്ന പോരാളികൾ ചോര വീണു മാഞ്ഞുപോയ മണ്ണ് പിടയും എതിരാളിയുടെ വാളിന് മൂർച്ചയുള്ള കണ്ണ് നീ കൈതൊഴുന്ന ദൈവവും ചെലുത്താനും വന്ന് ഇവിടെ കോടി പേര് വന്നു പോയി ചോദ്യമാരി നിന്ന് മുന്നേ വന്ന എതിരാളികൾ മണ്ണിലുണ്ട്. கடவுளை போல காப்பவன் இவன், பேராசைய கொல்லும் சிவனா இவன். கடவுளை போல காப்பவன் இவன், பேராசைய கொல்லும் சிவனா இவன். கல்வனை வெல்லும் வல்லவர் இவன், பேரன்புக்கு என்றும் நல்லவன் இவன். ഈ സംസ്ഥാനത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ ഭയന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി. ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല. ചുറ്റുപാടും യുദ്ധമേലെ ശത്രുവിന്റെ രക്തമൊഴുകും രാജാവിൻ കഥയുണ്ട്. ദൈവമല്ല വ്യക്തം ഇവിടെ ഇവന് വേണ്ടി പോരാടാൻ പടയാളികൾ സംവാദം. എതിരെ വന്ന യമദേവന് മരണമാണ് സമ്മാനം. വാരാണ്ട 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 വാരാ വാടാ. മോഹൻലാലിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ് സീൻ ആട്ടോ ഇത്. പ്രത്യേക ഒരു രസമാണ് തിയേറ്ററിലിരുന്നത് കാണുന്ന സമയത്ത്. ഒരു ഓറയും പ്രത്യേക ഒരു വൈബാണ്. ആ ഫ്രെയിമും എല്ലാം ഉണ്ട്. പിന്നെ വോയിസ് ജെക്സ് ബിജോയുടെയും ആനന്ദ് ശ്രീരാജിൻ്റെയും വോയിസ് ഭയങ്കര പ്രത്യേക ഒരു വൈബാണ് കേൾക്കുന്ന സമയത്ത്. എന്തായാലും അടിപൊളി സാധനമാണ് ഇത്. തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയിട്ട് നമുക്കൊരു ഉള്ളൊരു പ്രത്യേക വൈബാണ്. ഗൂസ്ബംസൊക്കെ വല്ലാത്തൊരു ഇതായിരുന്നു. ഇത് അടിപൊളി സംഭവമാണ്. അടിപൊളി എൻ്റെ പടത്തിൽ കാണുന്നത്. ബൈ.